പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കോടതി മുറിയിൽ ഏറ്റുമുട്ടിയിരിക്കുകയാണ് ഇപ്പോൾ വിജയശങ്കറും അതുപോലെ തന്നെ അർച്ചനയും. മാത്രവുമല്ല, ഇതോടെ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് പോവുകയാണ്. അർച്ചന വിചാരിച്ചതുപോലെ മലർത്തിയടിക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നതിനെ തുടർന്ന് ഇപ്പോൾ ആകെ തകർന്നു പോയിരിക്കുകയാണ് വിജയശങ്കറിൻ്റെ മുന്നിൽ. പക്ഷേ ഇതിനിടയിലാണ് അർച്ചനയെ ഞെട്ടിച്ച മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. അർച്ചനയുടെ സഹോദരന്മാർ ഏറ്റുമുട്ടിയിരിക്കുകയാണ് വിജയശങ്കറിൻ്റെ സഹോദരനോട്. മാത്രവുമല്ല, അയാളെ അടിച്ച് അവശനാക്കുകയും ചെയ്യുന്നു. ഇതോടെ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് പോവുകയാണ്. ഈ കാര്യം അറിഞ്ഞെത്തുന്ന വിജയശങ്കറും ചന്ദ്രമതിയും കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് ഒരു പ്രകോപനവുമില്ലാതെയാണ് തന്നെ ആക്രമിച്ചത് എന്ന് അയാൾ അറിയിക്കുന്നു. ഇതോടെ ഇത് മനഃപൂർവ്വമുള്ള നീക്കമാണ് എന്ന് ആരോപിക്കുന്ന വിജയശങ്കർ ഈയൊരു തിരിച്ചടി അർച്ചനയ്ക്ക് നേരെ ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നു. ഇതിനിടയിൽ അർച്ചന, നിങ്ങൾ ഈ എടുത്തുചാടി ചെയ്തത് ശരിയായില്ല എന്നും കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യണമായിരുന്നു എന്നും സഹോദരന്മാരോട് പറയുന്നു. പക്ഷേ ഞങ്ങൾ ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അവർ ഉറച്ചു നിൽക്കുന്നത് അർച്ചനയുടെ നീക്കങ്ങൾക്ക് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.